ഇന്ന് വനിതാ ദിനമാണ്. ഓരോ വനിതാ ദിനം കഴിയുന്തോറും സ്ത്രീ സമൂഹത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ഭരണകൂടം ശ്രമിക്കുന്നത് എന്ന കാര്യം സന്തോഷമുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായതും ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതുമായ ഒരു സംഭവമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് സ്ത്രീ സുരക്ഷ എന്നുള്ളതാണ്. പൊതുവെ സ്ത്രീകൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള പേര് വിവാഹം കൊണ്ട് തന്നെ സമ്പാദിച്ച നരേന്ദ്രമോദി ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്ത്രീ സുരക്ഷയിൽ മാത്രമാണ് സഞ്ചരിക്കുന്നത്. അതായത് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ നവസാരിയിൽ ഒരു പ്രത്യേക സമ്മേളനം നടത്തുകയാണ്. ലഖ്പതി ദീദി എന്നാണ് ആ സമ്മേളനത്തിന്റെ പേര്. ഇതിലൂടെ വനിതാ സംരംഭ ഗ്രൂപ്പുകൾക്കുള്ള 450 കോടി രൂപയുടെ ധനസഹായം മോദി അവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം തെരഞ്ഞെടുക്കപ്പെട്ട 10 വനിതാ സംരംഭകരുമായി മോദി കൂടിക്കാഴ്ച നടത്തുകയുമാണ്. ഇതിനെല്ലാം ഒപ്പം വനിതാ ദിനം ആയതിനാൽ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് പൂർണ്ണമായും വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. 2300 വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. 87 സബ് ഇൻസ്പെക്ടർമാർ, 61 പോലീസ് ഇൻസ്പെക്ടർമാർ, 16 ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമാർ, 5 SP-മാർ, ഒരു ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, ഒരു അഡീഷണൽ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥ എന്നിവരായിരിക്കും പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി ഉണ്ടാവുക. താൻ മുഖ്യമന്ത്രിയായി ഏറെക്കാലം ഭരിച്ച ഗുജറാത്തിൽ ഇതൊരു ചരിത്ര സംഭവമാക്കാനും സ്ത്രീകളുടെ മുഴുവൻ പിന്തുണയും നേടിയെടുക്കുകയും ചെയ്യണം. അതിനായി പ്രത്യേകം തയ്യാറാക്കിയ ഈ സ്ത്രീകളോടൊപ്പം മോദി പരിപാടിയുടെ പൂർണ്ണ ചുമതല ഗുജറാത്ത് ആഭ്യന്തര സെക്രട്ടറിയായ നിപുണ ടൊറോവക്കാണ് നൽകുന്നത്. അവരാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത്. അതുപോലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ ഹാൻഡിലും ഇന്ന് കൈകാര്യം ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട വനിതകളായിരിക്കും. വനിതാ ദിനത്തോടനുബന്ധിച്ച് ഗുജറാത്ത് പോലീസാണ് പ്രധാനമന്ത്രിക്കായി വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണിത് എന്ന പ്രത്യേകത സ്വന്തമാക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. അത് പ്രകാരം നവസാരിയിലെ വാൻസി ബോർഡിൽ ഗ്രാമത്തിലെ ഹെലിപാഡിൽ പ്രധാനമന്ത്രി എത്തുന്നത് മുതൽ പരിപാടി നടക്കുന്ന സ്ഥലം വരെയുള്ള മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളും വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യും. ഏതായാലും സ്ത്രീകൾ അംഗീകരിക്കാത്ത ഒരു മനസ്സിന്റെ ഉടമയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മോദി എന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ വിവാഹം തന്നെയായിരുന്നു. കല്യാണം കഴിച്ച പെണ്ണിനെ ഉപേക്ഷിച്ച മോദി സ്ത്രീ വിരുദ്ധനാണ് എന്നൊക്കെ എതിരാളികൾ പറഞ്ഞു നടന്നിരുന്നു. എന്നാൽ അവർക്കെല്ലാമുള്ള മറുപടിയാണിത്. സ്ത്രീകൾ അംഗീകരിക്കാനുള്ള ഒരു മനസ്സിനുടമയാണ് എന്ന കാര്യം ചരിത്രം തിരുത്തിക്കൊണ്ട് അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി.